സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചിങ്ങമാസം മലയാളികൾക്ക് പുതുവർഷം കൂടിയാണ്. ചിങ്ങം ഒന്ന് മുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ചില നക്ഷത്രങ്ങളുണ്ട്, സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന നക്ഷത്രങ്ങളുണ്ട്. ഏതൊക്കെ നക്ഷത്രങ്ങളാണ് നേട്ടങ്ങൾ ഉണ്ടാകുക എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. ചിങ്ങമാസം നമുക്ക് ഓണമാസമാണ് അല്ലേ? പുതിയ ആണ്ടുപിറവിയോട് കൂടിയാണ് 2024 ചിങ്ങം 1 ആഗസ്റ്റ് 17 ശനിയാഴ്ചയാണ്. ഈ മാസം മുതൽ ജ്യോതിഷപ്രകാരം ചില നാളുകാർക്ക് സമ്പൽ സമൃദ്ധിയും സമ്പന്നതയും സർവ്വ ഐശ്വര്യവും ഫലമായി പറയുന്നു. താഴെ പറയുന്ന ഈ നാളുകാർക്ക് ഈ മാസം ഏറെ ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഏതെല്ലാം നാളുകാർക്കാണ് ചിങ്ങം മുതൽ ഭാഗ്യാനുഭവവും സമ്പന്നതയൊക്കെ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം ഭരണി, അശ്വതി, കാർത്തിക നക്ഷത്രക്കാരാണ്. അതിൽ ഭരണി നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. എല്ലാ രീതിയിലും ഉയർച്ച ഉണ്ടാകും. സാമ്പത്തികമായി ഏറെ നേട്ടം ഈ നാളുകാർക്ക് വന്നു ചേരും. തൊഴിൽ കർമ്മരംഗത്തും അതുപോലെ തന്നെ ഏറെ ഉയർച്ച ഉണ്ടാകുന്നതാണ്. അശ്വതി നക്ഷത്രക്കാർക്കും ഇത് ഏറെ നല്ല സമയം തന്നെയാണ്. ഇവർക്കും ധനധാന്യ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉയർച്ചയും ഒക്കെ ഫലമായിട്ട് വരുന്ന ഒരു സമയമാണ്. എല്ലാ രീതിയിലും നേട്ടമാണ്. സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. കാർത്തികയ്ക്കും ഭാഗ്യവും നേട്ടമുണ്ടാകും. ഇവർ കീർത്തി നേടും എന്നുള്ളതാണ്. എല്ലാ രീതിയിലും ഈ നക്ഷത്രം ഉയർച്ച നേടുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി ഈ ഭരണി, അശ്വതി, കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും നീങ്ങി, ധനപരമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം തന്നെ നീങ്ങി ധനം ഒഴുകിയെത്തുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ധനസംബന്ധമായിട്ടുള്ള എല്ലാവിധ പിഴകളും മാറുകയും ധനം നമ്മളിലേക്ക് കച്ചവട സംബന്ധമായും എന്തൊക്കെ ബിസിനസ് ചെയ്താലും ബിസിനസ്സിലെല്ലാം ഉയർച്ചയും, തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ ഉയർച്ചയും, ഉദ്യോഗസ്ഥന്മാർക്ക് ജോലിയിൽ പ്രമോഷനും ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ചിങ്ങമാസം പിറക്കുന്നതോടുകൂടി ജീവിതത്തിൽ മാറ്റങ്ങളുടെ ഒരു പെരുമഴയാണ് വരാൻ പോകുന്നത്. അടുത്തത് രോഹിണി, തിരുവോണമാണ്. രോഹിണിക്കും ഏറെ ഉയർച്ച നേടാനാകുന്ന സമയമാണ് ഇത്. അതീവ സമ്പന്നതയിൽ എത്താൻ പോകുന്ന സമയം, ആഗ്രഹ സാഫല്യം നടക്കാൻ പോകുന്ന സമയം കൂടിയാണിത്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. ഇവരുടെ ഉയർച്ചയുടെ നാളുകളാണ് ചിങ്ങം മുതൽ വരുന്നത്. അടുത്തത് ഏതാണ്? തിരുവോണ നക്ഷത്രമാണ് അല്ലേ? തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരാനുഗ്രഹത്താൽ ഇവർക്ക് ചിങ്ങമാസം മുതൽ ഉയർച്ച നേടാനാകും. ഇവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടന്നു കിട്ടും. ഭാഗ്യവും ഏറെ ഉയർച്ചയും നേടാൻ സാധിക്കുന്ന ഒന്നാണിത്. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ രോഹിണിക്കും തിരുവോണ നക്ഷത്രക്കാർക്കൊക്കെ കഷ്ടകാലത്തിൻ്റെ സമയമായിരുന്നു. ഇവർക്ക് സാമ്പത്തികമായും ഉള്ള കൂടാതെ തന്നെ അലച്ചിലും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ഇവരുടെ അലച്ചിലൊക്കെ മാറുകയും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും ധനം സൂക്ഷിച്ച് ചിലവാക്കിയില്ല എങ്കിൽ നമ്മൾക്ക് മിച്ചമൊന്നും ഉണ്ടാവാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. തിരുവോണം രോഹിണി നാളുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ലാവിഷായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു ആൾക്കാരാണ്. അവർ പണം എത്ര കിട്ടിയാലും അവർ ധൂർത്ത് ചെയ്ത് തീർക്കുകയും അതുപോലെ തന്നെ പിന്നീട് ഇല്ലായ്മയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെല്ലാം തന്നെ നീക്കേണ്ടതാണ്. മുമ്പോട്ട് പോകുന്ന അവസരത്തിൽ പണം ധാരാളമായി ഒഴുകി എത്തുമെങ്കിലും അതുപോലെ തന്നെ ചെലവുകളും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ ശ്രദ്ധിച്ച് തന്നെ ചെലവാക്കേണ്ടതാണ്. അടുത്ത പുണർദമായില്യം, പൂയമായില്യം നാളുകാരാണ്. പുണർദത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ആഗ്രഹിക്കുന്നതൊക്കെ നടന്നു കിട്ടും. അത്രയേറെ സൗഭാഗ്യ സമ്പന്നമായ കാലഘട്ടമാണ് ഇവർക്കിത്. ഇവരുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇവർക്ക് വിനയം ഇവരെ വളരെയധികം ഉന്നതിയിലേക്ക് എത്തിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവർക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതും. സൗഭാഗ്യം സമ്പന്നത ഇവർക്ക് ലഭിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ വിനയമാണ് ഇവരുടെ ഉയർച്ചയിൽ. എന്ത് കാര്യത്തിലും ഭയഭക്തി ബഹുമാനത്തോടു കൂടി പെരുമാറുകയും ഇവരുടെ പ്രശ്നങ്ങളെ സജീവമായി തന്നെ അവരുടെ രീതിക്കനുസരിച്ച് ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇടപെടുകയും ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് വിജയം ഉണ്ടാവും. അതുപോലെ തന്നെ പൂയം നക്ഷത്രത്തിനും ഏറെ ഗുണകരമാണ്. ചിങ്ങമാസം ഇവർക്ക് ഏറെ ഉയർച്ചയും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകും. ഏറെ ഉയർച്ച ഇവർക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. സൗഭാഗ്യ സമ്പന്നത ഉണ്ടാകും. ദോഷങ്ങളൊക്കെ അകന്ന് സൗഭാഗ്യ സമ്പന്നത ഉണ്ടാകും. ജോലി സാധ്യത, വിദേശത്ത് പോകാൻ ഭാഗ്യം എന്നിവയൊക്കെ ഉണ്ടാകും. ആയില്യം നക്ഷത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഏറെ ഗുണകരമാണ്. ചിങ്ങമാസം തുടങ്ങുമ്പോൾ ഏറെ നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നു. മകം നക്ഷത്രത്തിനും ഭാഗ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അടുത്തത് അത്തം, ചിത്ര നക്ഷത്രക്കാരാണ്. ഇവർക്ക് അത്തം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവർക്ക് ഏറെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. സൗഭാഗ്യവും സമ്പന്നതയൊക്കെ വരും. കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകും. ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടും. ജോലിയിൽ ഉയർച്ച ഉണ്ടാകും. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കും. പുതിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനും അതിലെ വൻ വിജയങ്ങളൊക്കെ നേടാനും
തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറാനും സമ്പന്നതയുടെ തടസ്സങ്ങളൊക്കെ നീങ്ങാനും സമ്പത്ത് പണം ഇല്ലായ്മയിൽ നിന്ന് ആ തടസ്സങ്ങളൊക്കെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങുന്നതാണ്. അതുപോലെ തന്നെ ചിത്ര നക്ഷത്രക്കാർക്കും ഭാഗ്യാനുഭവങ്ങൾ ഏറെ ഉണ്ടാകും. ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന കാലമാണ്. ചിത്ര നക്ഷത്രത്തിന് ഏറെ ഗുണകരമാണ്. ചിത്ര നക്ഷത്രത്തിനും ചിങ്ങം ഭാഗ്യം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അടുത്ത ചോതി നക്ഷത്രമാണ്. ചോതിക്ക് ഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ സമയമാണ്. ചിങ്ങമാസം പിറക്കുമ്പോൾ ഇവർ അത്ഭുതപ്പെടുത്തുന്ന ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ആർക്കും പിടികൊടുക്കാത്ത ഉയർച്ചയിലെത്തുന്ന ധനം സമ്പാദിക്കാൻ സാധിക്കുന്ന നാളായി വരുന്നു ഇത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി വളരെയധികം സമ്പന്നുകളെത്താനും അതുപോലെ തന്നെ ഉയർന്ന രീതിയിൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാനൊക്കെ സാധിക്കുന്ന ഒരു നാളാണ് ജ്യോതി. അത് വളരെ സൂക്ഷിച്ച് പണം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആപത്ത് കാലത്ത് വളരെയധികം വിഷമിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതുകൊണ്ട് സമ്പത്ത് ഒഴുകിയെത്തുന്ന സമയമാണ് ഇനി വരാൻ പോകുന്ന ആ സമയത്ത് സമ്പത്തുകളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ നമുക്ക് മറ്റുള്ള ആപത്ത് വരുന്ന കാലഘട്ടത്തിൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കണമെങ്കിൽ നമ്മുടെ പണത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിട്ടം ഉത്രട്ടാതി രേവതി നാളുകളാണ്. ചിങ്ങമാസം തുടങ്ങുമ്പോൾ ഏറെ നല്ല കാര്യങ്ങൾ നടക്കുന്നു. വിചാരിച്ച കാര്യം നേടാൻ സാധിക്കും. മൂർത്തി ക്ഷേത്ര ദർശനം നടത്തണം. അതുപോലെ ഉത്രട്ടാതി നക്ഷത്രത്തിനും ഏറെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. അവസാന നക്ഷത്രമായ രേവതിയും ഇതുപോലെ ചിങ്ങമാസം ഭാഗ്യം കൊണ്ടുവരുന്ന മാസമാണ്. സർവൈശ്വര്യം ഫലമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് വരുന്നത്. സമ്പൽ സമൃദ്ധിയും ആഗ്രഹ സാഫല്യവും ഈ നാളിന് ഫലമായിട്ട് വരുന്നുണ്ട്. ഈ നാളുകാർ പൂർണേശ്വരി ദേവിയെ തൃപ്തിപ്പെടുത്തുകയും വഴിപാടുകൾ നടത്തുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ചിങ്ങമാസം മുതൽ സമ്പന്ന യോഗമുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.